സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിനനുസരിച്ച് ജീവിതത്തിൽ പാലിക്കണമെന്ന് ആദ്യ അവസരത്തിൽ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലാണ് നമ്മളുള്ളത്. ദുൽഹിജ്ജ മാസത്തിൻ്റെ മഹത്വം പവിത്രമായ 4 മാസങ്ങളിൽ ഒന്നാണ് എന്നതാണ്. ഈ മാസത്തിലാണ് മുസ്ലിമുകളിൽ ധാരാളം ആളുകൾ ഹജ്ജ് നിർവഹിക്കുന്നത്. ഈ മാസത്തിലാണ് അറഫ നോമ്പ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. ഈ മാസത്തിലാണ് നമ്മൾ ബലിപെരുന്നാൾ ആഘോഷിക്കാനിരിക്കുന്നത് എന്ന് തുടങ്ങി ധാരാളം പ്രത്യേകതകൾ നമ്മുടെ ഈ ഒരു മാസത്തിനുണ്ട് എന്ന വിവരം നമ്മുടെ ഓർമ്മയിലുണ്ടാവണം. ആ ഒരു ഓർമ്മയോടുകൂടിയാവണം നമ്മൾ ഈ ഒരു മാസത്തിൽ ജീവിക്കുന്നതും കഴിയുന്നത്ര ഇബാദത്തുകൾ ചെയ്യുന്നതും. ഈ ഒരു സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ്, നമ്മളിപ്പോൾ മഴക്കാലത്താണുള്ളത്. മഴയുമായി ബന്ധപ്പെട്ട് ഒരു മുസ്ലിം അറിഞ്ഞിരിക്കേണ്ട ചില മസ്അലകളുണ്ട്, ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ മഴയെ സംബന്ധിച്ച് സൂചിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ അറിയുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സൂറത്തുൽ ബഖറ മുതൽ മഴയെക്കുറിച്ച് പറയുന്നുണ്ട്. പല ലക്ഷ്യങ്ങൾക്കാണ് അള്ളാഹു അത് സൂചിപ്പിച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെയും അള്ളാഹുവിൻ്റെ ഏകത്വത്തെയും അവൻ മാത്രമാണ് ആരാധനയ്ക്ക് അർഹൻ എന്ന് ബോധ്യപ്പെടുത്താനുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഴയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ച ഒരു വലിയ ഭാഗം. സൂറത്തുൽ ബഖറയുടെ ആ തുടക്കത്തിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു തൗഹീദിനെ ഉപദേശിക്കുന്നു. യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ അള്ളാഹനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല അതിൻ്റെ കാരണം പറഞ്ഞെടുത്ത് പറഞ്ഞത് അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅ. ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നത് അവനാണ്, ആകാശത്തെ മേൽക്കൂരയാക്കിയവൻ അവനാണ്, മേഘത്തിൽ നിന്ന് നിങ്ങൾക്ക് മഴ നൽകിയത് അവനാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു തആല സൂചിപ്പിക്കാൻ. അതുപോലെ വ ഇലാഹുക്കും ഇലാഹും വാഹിദുൻ, സൂറത്തുൽ ബഖറയിൽ തന്നെ 163-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, നിങ്ങളുടെ ആരാധ്യൻ അല്ലാഹ് മാത്രമാണ്, അല്ലാഹനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ന്യായം അല്ലാഹ് പറഞ്ഞത് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ. അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ പലതും, രാവും പകലും ആകാശവും ഭൂമിയും ഒക്കെ പറയുന്നതിനടക്ക് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് വസ്സഹാബിൽ മുസഖ്ഖരി ബൈന സമാഇ വൽ അർളി, ആകാശഭൂമികൾക്കിടയിൽ അധീനപ്പെടുത്തപ്പെട്ട മേഘവും ആ മേഘത്തിൽ നിന്ന് അവതരിക്കുന്ന മഴയും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. അപ്പം മഴയെക്കുറിച്ച് അള്ളാഹ് പറഞ്ഞ് സമർത്ഥിക്കുന്ന ഒന്ന്, പടച്ചോനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന കാര്യമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ നമുക്ക്, നമ്മളിങ്ങനെ മഴ കൊള്ളുമ്പോൾ നമ്മൾ കുട ആലോചിക്കും, കോട്ട് ആലോചിക്കും, മഴയുണ്ട് പുറത്ത് പോകണമെന്ന് ആലോചിക്കും, പുറത്തുനിന്ന് വരണമെന്ന് ആലോചിക്കും. അതിൻ്റെ ഒക്കെ ഇടക്ക് മുഅ്മിനീങ്ങൾ എന്ന നിലക്ക് നമ്മൾ ആലോചിക്കേണ്ട, നമ്മളെങ്കിലും ആലോചിക്കേണ്ട ഒരു കാര്യം, എൻ്റെ റബ്ബിൻ്റെ ഏകത്വവും ആ റബ്ബിനുള്ള സ്തുതിയും ആ റബ്ബിനെ ഞാൻ ഇബാദത്ത് ചെയ്യുക എന്നൊരു ബാധ്യത ഇവിടെ ഉണ്ട് എന്ന കാര്യമാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. അള്ളാഹു മക്കാ മുശ്രിക്കീങ്ങളെ അഭിസംബോധന ചെയ്തപ്പം അവരോട് അവരുടെ ശിർക്ക് തെറ്റാണെന്ന് പറഞ്ഞപ്പം, നിങ്ങൾ ഈ ആരാധന സമർപ്പിക്കുന്ന വിഗ്രഹങ്ങൾക്ക് അതിന് അർഹതയില്ല എന്ന് പറഞ്ഞപ്പോൾ, ആരാധനയുടെ അർഹത അള്ളാഹ്ക്ക് മാത്രമാണെന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട്. അതിന് അള്ളാഹ് ഓരോട് പറഞ്ഞത് മഴ തരുന്നത് ആരാന്നാണ്. പല ചോദ്യം ചോദിച്ചപ്പോൾ ഒന്ന് ചോദിച്ചത് അതാണ്, മഴ നിങ്ങൾക്ക് നൽകുന്നവൻ ആരാണ്? അപ്പോൾ ഒരു പറയും അള്ളയാണ്. എങ്കിൽ പിന്നെ അള്ളാഹനല്ലേ ഇബാദത്ത് ചെയ്യേണ്ടത്? ഈ നിഅമത്തൊക്കെ നിങ്ങൾക്ക് തന്ന അള്ളാഹനല്ലേ നിങ്ങൾ ആരാധിക്കേണ്ടത്? അപ്പോൾ ഇത് നമ്മളെങ്കിലും ഒന്ന് ആലോചിക്കണം എന്നർത്ഥം. ഈ മഴ കൊണ്ടിട്ട് അള്ളാഹു അല്ലാത്തവനെ ഇബാദത്ത് ചെയ്യുന്നവനുണ്ട്, അള്ളാഹുവിനെ ആരാധിക്കാത്തവനുണ്ട്, അള്ളാഹുവിനെ ഒന്ന് ഓർക്കുക പോലും ചെയ്യാത്തവരുണ്ട്. അവിടെ മുസ്ലിങ്ങളെന്ന നമ്മൾ അള്ളാഹിനെ ഇബാദത്ത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ നിഅമത്ത് കാണുമ്പോൾ അതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കണം.
അതിൽ നമ്മൾ ഇതുമായി പ്രത്യേകപ്പെട്ട ഇബാദത്തെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അതിൽപ്പെട്ടതാണ് മഴ പെയ്യുമ്പം നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി അള്ളാഹുവിനെ സ്തുതിക്കുക എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സ്തുതി പറയുക, അത് മഴയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യേകം ചെയ്യേണ്ട ഇബാദത്താണ്. മഴ പെയ്തു കഴിഞ്ഞാൽ അപ്പോഴും അള്ളാഹിനെ സ്തുതിക്കുക. അത് അറബിയിലും പറയാം, മലയാളത്തിലും പറയാം. മുതിർനാ ബി ഫളിലില്ലാഹി വറഹ്മതി എന്ന അറബിയിൽ ഒരു ദിക്റുണ്ട്. അള്ളാഹുവിൻ്റെ ഫളിൽ കൊണ്ടും കാരുണ്യം കൊണ്ടും ഞങ്ങൾക്ക് മഴ കിട്ടിയത്. അതിന് മലയാളത്തിൽ വാചാലനായാലും ആ ദിക്ർ വീടുന്നതാണ്. മഴ വരുമ്പോഴും മഴയുടെ സമയത്തും എല്ലാം അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, അള്ളാഹു ഉപകാരപ്രദമായ മഴ ഞങ്ങൾക്ക് നൽകണേ എന്ന് ദുആ ചെയ്യാം. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള ദിക്റാണ്. അതൊക്കെ നമ്മളെ കുട്ടികൾ മദ്രസകളിൽ പഠിക്കാറുണ്ട്. ആ ദിക്ർ നമ്മളൊന്ന് പഠിക്കുക. അതുപോലെ മഴ പെയ്തു കഴിഞ്ഞാൽ മുതിർനാ ബി ഫളിലില്ലാഹി വറഹ്മതി, അള്ളാഹിൻ്റെ ഔദാര്യം കൊണ്ടും കാരുണ്യം കൊണ്ടും ഞങ്ങൾക്ക് മഴ കിട്ടി എന്ന് പറയാം. അതിന് മലയാളത്തിൽ പറഞ്ഞാലും മതി. ആ സ്തുതി അള്ളാഹുവിനെ അറിയിക്കണം. അത് എൻ്റെ കൽബിലുണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞാലും ഇല്ലെങ്കിലും അള്ളാഹ്ക്ക് അറിയും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, നമ്മൾ അള്ളാഹിനോട് ബോധ്യപ്പെടുത്തണം. അപ്പോഴേ നമുക്ക് കിട്ടാനുള്ളത് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയെക്കുറിച്ച് പറഞ്ഞ ഒന്ന് അള്ളാഹിനെ ഇബാദത്ത് ചെയ്യണം എന്ന് പറയാനാണ്. അപ്പോൾ മക്കാ മുശ്രിക്കിനോടാവുമ്പോൾ ഓരോട് പറയും നിങ്ങൾ അള്ളാഹിനെ മാത്രം എന്ന് പറയും. അത് മുസ്ലിങ്ങൾ ഓതുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ ഇബാദത്ത് വർദ്ധിപ്പിക്കാനാണ് അള്ളാഹ് നമ്മളോട് പറയുന്നത്. ഈ നിഅമത്തുകൾ അറിയുമ്പോൾ, അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, റബ്ബിൻ്റെ ഖുദ്റത്ത് മനസ്സിലാവുമ്പോൾ, ആ റബ്ബിൻ്റെ സ്വർഗത്തിനു വേണ്ടി ഇബാദത്ത് വർദ്ധിപ്പിക്കുക എന്നതാണ് ഒരു മുസ്ലിം ഈ മഴക്കാലത്ത് ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ മഴയെ സൂചിപ്പിച്ചത് ഒന്നുകിൽ മഴ റഹ്മത്തിനായിട്ട് നൽകിയിട്ടുണ്ട്. അഥവാ മനുഷ്യന്മാർക്ക് കുടിക്കാൻ വെള്ളം വേണം, ഉപയോഗിക്കാൻ വെള്ളം വേണം. അങ്ങനെ മനുഷ്യന്മാർ ആഗ്രഹിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു ഒരു റഹ്മത്തായിക്കൊണ്ട് മഴ നൽകി എന്ന് പറയുന്നുണ്ട്. വഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ മിൻ ബഅദി മാ ഖനതു വയൻശുറു റഹ്മത. ആളുകൾക്ക് നിരാശയിലായിരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു ഗൈസ് ഇറക്കി എന്നാണ്. അഥവാ സഹായത്തിൻ്റെ മഴ, ഉപകാരപ്രദമായ മഴ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അവതരിപ്പിക്കുന്നത്, ഇറക്കുന്നത്. വഹുവൽ വലിയുൽ ഹമീദ്, അവനാണ് സഹായി, അവനാണ് സ്തുത്യർഹൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്നാൽ അതേ വിശുദ്ധ ഖുർആനിൽ അള്ളാഹ് മഴയെ ശിക്ഷയായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ സമുദായത്തിന് മഴ ശിക്ഷയായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ സമുദായത്തിന് മഴ ശിക്ഷയായിരുന്നു. അലി നൂഹ് അലൈഹിസ്സലാമിൻ്റെ സമുദായത്തിന് മഴ തന്നെയാണ് പെയ്തത്. വെള്ളം പെയ്തിറങ്ങി അത് വലിയ പ്രളയമായി മാറി. അതേ സന്ദർഭത്തിൽ ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ സമുദായത്തിന് വന്ന മഴ കല്ലിൻ്റെ മഴയായിരുന്നു എന്നാണ്. അവർ സ്വവർഗരതിക്ക് അടിമപ്പെട്ടപ്പോൾ, അവരെ താക്കീത് ചെയ്ത പ്രവാചകൻ അവർ പരിഹസിച്ചപ്പോൾ ആദ്യം അള്ളാഹു അവരെ കാഴ്ചാണ്ട് പോക്കി. കാഴ്ചയില്ലാതെ തപ്പിത്തടയുന്നോടക്കാണ് തലക്ക് ഇങ്ങനെ കല്ലിൻ്റെ ഏറ് വരുന്നത്. ആ കല്ലിൻ്റെ ഏറ് വന്നിട്ട് എവിടുന്ന് ഓടാനും കഴിയുന്നില്ല, ഇത് എവിടുന്നാണ് വരുന്നതെന്ന് അറിയുന്നില്ല. അങ്ങനെ ചരൽ വർഷം അവർക്ക് വന്നു എന്നാണ്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ശിക്ഷയാണ് ഭൂമിയാണ്ട് പിളർന്നിട്ട് അവർ ഭൂമിയിലേക്ക് ആണ്ടുപോയി എന്നുള്ളത്. 3 ശിക്ഷയാണ് അവർക്ക് വന്നത്. അതിലൊന്ന് കല്ലിൻ്റെ മഴയാണ്. അപ്പം മഴയെ അള്ളാഹ് നിഅമത്തായിട്ടും പറഞ്ഞിട്ടുണ്ട്, അദാബായിട്ടും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മഴ നമുക്ക് അദാബാവാതിരിക്കട്ടെ. അള്ളാഹു ഈ മഴ നമുക്ക് നിഅമത്തായി നൽകട്ടെ, ഒരു സഹായമായി നൽകട്ടെ. അത് മുസ്ലിങ്ങൾ എന്ന നിലക്ക് പ്രാർത്ഥിക്കാൻ യോഗ്യരും അർഹരും അതിൽ ബോധ്യമുള്ളവരും നമ്മളാണ്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ വിഷയത്തിൽ പ്രാർത്ഥന നടത്തണം. ഒരു മഴ പ്രളയമായി മാറുന്നത് അതിവിദൂരമല്ല. ഒരു പ്രളയം വന്നാൽ അതിൻ്റെ പേരിൽ നമ്മൾ അനുഭവിക്കാനിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ മറന്നവരുമല്ല. അതുകൊണ്ട് അതൊരു പ്രളയമായോ, ഒരു തകർച്ചയായോ, ഒരു മണ്ണിടിച്ചിലായോ, ഒരു ഉരുൾപൊട്ടലായോ, അതെല്ലാം മാറി മറിഞ്ഞ് ഈ സന്തോഷം ഒരു ദുഃഖമായി മാറുന്നത് അതിവിദൂരമല്ല. അതുകൊണ്ട് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈ നിഅമത്തുകൾക്കിടയിൽ അതൊരു അദാബാക്കരുത് എന്ന് പ്രാർത്ഥിക്കണം. അത് നമ്മൾ ഈ സന്ദർഭത്തിൽ ആലോചിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഒരു ആവർത്തി ഇങ്ങനെ ഓതി നോക്കുമ്പം നമുക്ക് കാണാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലു സ്വദഖാതികും ബിൽ മന്നി വൽ അദാ കല്ലദീ യുൻഫിഖു മാലഹു റിആ അന്നാസി വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. നിങ്ങൾ ചെയ്യുന്ന സ്വതക്കകളെ നിങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടും ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടും നശിപ്പിക്കരുത്. അത് ആളുകളെ കാണിക്കാൻ ചെയ്യുന്ന പോലെ, പരലോക വിശ്വാസമില്ലാത്തവൻ ചെയ്യുന്ന പോലെ ആക്കരുത്. ഏതുപോലെയായിരിക്കും അങ്ങനെ ഒരു സ്വതക്ക ചെയ്തിട്ട് അതിങ്ങനെ എടുത്തു പറഞ്ഞാലുള്ള
അവസ്ഥ എന്നറിയോ? ഫമസലുഹു കമസലി സഫ്വാൻ അലൈഹി തുറാബുൻ ഫഅസ്വാബഹു വാബിലുൻ ഫതറകഹു സൽദാ. അല്ലാഹ് പിന്നെ ഒരു പാറ, ആ പാറമ്മൽ കുറേ മണ്ണുണ്ട്. ആ മണ്ണുള്ള പാറയിൽ ഒരു ശക്തമായ മഴ പെയ്താൽ ആ പാറ തെളിഞ്ഞ് ആ മണ്ണ് ഒന്നാകെ നീങ്ങിപ്പോകും. അതുവരെ വിചാരിക്കും ഇത് നല്ല മണ്ണുള്ള പാറയാണ്. ആ മഴ പെയ്താൽ അതിൻ്റെ ദുരിതം ആ പാറക്കുണ്ടാവും. ശേഷമുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പിന്നെ അവൻ്റെ കൃഷി നശിക്കുന്ന. അപ്പം ഇതൊക്കെ മഴ കൊണ്ടുണ്ടാവാൻ സാധ്യതയുള്ള അപകടമാണെന്നും കൂടി കിട്ടി. അത് മനുഷ്യന്മാർ അനുഭവിക്കുന്നതാണെന്നും കിട്ടി. എങ്കിൽ അങ്ങനെ ഒരു അദാബിന് അത് ഈ മഴ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അദാബാക്കരുത് എന്ന പ്രാർത്ഥനയും ആഗ്രഹവും നമ്മൾ അള്ളാഹിനോട് പ്രകടിപ്പിക്കണം. അത് മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹ് ഒരു പൊതു അദാബ് കൊണ്ടുവരില്ലെന്ന്. അള്ളാഹ് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരും നബിമാരും. ഒരു സമുദായത്തിൽ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവുക, നബിമാരുണ്ടാവുക. ഈ രണ്ട് അവസ്ഥയിൽ ഒരു സമുദായത്തിന് അപകടം വരൂലാണ്. ഒരു സമുദായത്തിൻ്റെ ഉന്മൂലനാശം ഉണ്ടാവില്ല. ഇത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ നബിമാരെ എന്തായാലും കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് ഇനി നമുക്ക് പറ്റുന്നത് ഇസ്തിഗ്ഫാറാണ്. നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുക. ഈ നാട്ടുകാർക്ക് വേണ്ടി, ഈ ജനതയ്ക്ക് വേണ്ടി ഞാൻ ഉറക്കൊഴിഞ്ഞിരിക്കുക എന്ന് പറയുന്ന മുഹമ്മദ് ബിൻ ഹസൻ റഹിമഹുല്ല അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങളെന്താ ഉറങ്ങാത്ത ചോദിച്ചു. എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ കുറച്ചേ ഉറങ്ങാറുള്ളൂ. അദ്ദേഹം എപ്പോഴും പഠനത്തിലും ഇബാദത്തിലൊക്കെ ആയിരിക്കും. അപ്പം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ വിശ്വസിച്ചിട്ട് ഇവരൊക്കെ ഉറങ്ങണത് എന്നാണ്. എന്നെ വിശ്വസിച്ചിട്ടാണ് ഇവരുറങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അതുകൊണ്ട് അങ്ങനെ ഒരു സമുദായത്തിൻ്റെ കാവലാളുകൾ ആവാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ മഴയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വസ്വാസ് കയറുന്ന സമയമാണ്. അതെന്താ വസ്വാസ് എന്ന് പറഞ്ഞാൽ, ഇപ്പം മഴയാവുമ്പോൾ റോട്ടുമേലൊക്കെ ചളി ഉണ്ടാവും. അപ്പോൾ ഈ ചളി മേത്തായാൽ ഇനിയിപ്പോൾ അതിട്ട് നിസ്കരിക്കാൻ പറ്റുമെന്നാണ്. ചളി നജസല്ല, അത് നമ്മൾ മനസ്സിലാക്കുക. ചളി നജസല്ല എന്ന് മാത്രമല്ല, അത് ആ ഊറിക്കഴിഞ്ഞ് നല്ല തെളിഞ്ഞ് കണ്ട് അതിന് വുദു എടുക്കുക വരെ ചെയ്യാം. അതിന് വുദു എടുക്കൽ വരെ അനുവദനീയമാണ്. അപ്പം ചളി ഇങ്ങനെ കലർന്ന് വെക്കുമ്പം അത് നമ്മൾ വുദു എടുക്കുമ്പോൾ ശരീരത്തിൽ വെച്ചാൽ ചിലപ്പോൾ ശരീരത്തിൽ മണ്ണ് പറ്റും, ആ ചളി പറ്റും. അതേസമയം അതിങ്ങനെ ഊറിക്കിടന്ന് കുറേ നേരം ഉപയോഗമില്ലാതെ ഇങ്ങനെ ഊറിക്കിടന്നിട്ട് വെള്ളം തെളിഞ്ഞാൽ ആ വെള്ളം ശുദ്ധമായ തൊഹൂറാണ്. ഇന്നാണല്ലോ ഈ ടാങ്കും മോട്ടറടിയും കിണർ ഒഴിച്ചിട്ടും പൈപ്പിലൂടെ വെള്ളം വരുന്ന സൗകര്യമൊക്കെ ഉള്ളത്. പണ്ടിങ്ങനെ മഴക്കുഴിയെടുത്ത് ആ മഴക്കുഴി തെളിഞ്ഞ് ആ വെള്ളം ശേഖരിച്ച് അതായിരുന്നു പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് അതൊരിക്കലും നജസല്ല. അപ്പോൾ ഒരു വണ്ടി കണ്ട് പോയപ്പോൾ മേത്തേക്ക് വെള്ളം തെറിച്ചു, അവിടെ എൻ്റെ മേത്ത് ചളി അയക്കണം. അതുകൊണ്ട് ഡ്രസ്സ് മാറ്റിയിട്ട് സ്കരിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരു ഇതില്ല. ആ വസ്ത്രം ചളിയായാൽ ആ ചളിയുടെ പേരിൽ അതെന്തല്ല, നജസാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല. ചളി നജസല്ല എന്നുള്ള മസാല നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, നജസല്ലെങ്കിൽ എല്ലാവരും മേത്തുക്കും തെറിപ്പിക്കാലേ എന്ന്. അത് തെറിപ്പിക്കാനും പാടില്ല. പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പ്രത്യേകം അത് ശ്രദ്ധിക്കണം. വണ്ടി ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അപ്പുറപ്പുറമൊക്കെ ആളുകളുള്ള സ്ഥലമാണെങ്കിൽ, അങ്ങാടികളാണെങ്കിൽ, കുട്ടികൾ, വലിയവർ അവരൊക്കെ നടന്നു പോകുന്ന സന്ദർഭമാണെങ്കിൽ നമ്മളുള്ള സ്പീഡിനേക്കാളും കുറച്ചുകൂടി കുറച്ചിട്ട് അവർക്ക് അവരുടെ ശരീരത്തിലേക്ക് തെറിക്കാത്ത രൂപത്തിൽ വേണം വാഹനം ഓടിക്കാൻ. അത് പണ്ഡിതന്മാർ പ്രത്യേകം ഉണർത്തിയത് നമുക്ക് കിതാബുകളിൽ കാണാൻ പറ്റും. അതായത് ആളുകളുണ്ടാവും, ഈ മഴക്കാലത്തൊന്നുമല്ല, ഈ കടയിലുള്ള വെള്ളം അല്ലെങ്കിൽ ഹോട്ടലിലുള്ള വെള്ളമൊക്കെ റോട്ടുമ്മലാണ്ട് ഒഴിക്കും. റോട്ടുമ്മൽ ഒഴിച്ച് അതിൻ്റെ പിന്നിൽ തന്നെ ഒരു വണ്ടിയാണ്ട് പോയാൽ ഈ വണ്ടി ഈ വെള്ളമാണ് തെറിപ്പിച്ചിട്ട് അതിൻ്റെ അടുത്തുള്ള ആളുകൾക്കോ കടയിലേക്കൊക്കെ ഇത് തെറിപ്പിക്കുന്ന അവസ്ഥ കണ്ണ് കണ്ട ഉലമാക്കൾ, ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള ഉദാഹരണം, അദ്ദേഹം പറഞ്ഞത് ചെയ്യാൻ പാടില്ല. ആ മഴക്കാലത്തൊന്നുമല്ല. അപ്പോൾ പിന്നെ മഴക്കാലത്തായാലും ആളുകൾ നല്ല പുതിയ വസ്ത്രം അല്ലെങ്കിൽ പിന്നെ അലക്കി തേച്ച് വസ്ത്രം ധരിച്ചിങ്ങനെ പോകുമ്പം ഇയാളാണ്ട് വണ്ടിയേറ്റ് പോവുക, അതാണ്ട് തെറിപ്പിക്കുക. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. സൈക്കിളേറ്റൊക്കെ പോകുന്ന കുട്ടികൾ, അവർക്ക് ചിലപ്പോൾ വെള്ളത്തിൽ കൂടെ എങ്ങനെയാണ് തെറിപ്പിക്കുന്ന വലിയ രസമാവും. പക്ഷെ അതൊരിക്കലും ഒരാളെ ഉപദ്രവിക്കുന്നിടത്തോ ഒരു തേച്ച് മിനുക്കി ഒരു മതിലിന് ചളിയാക്കുന്ന രൂപത്തിലോ ഒന്നുമല്ല. ഒരാൾക്ക് അതുകൊണ്ടൊരു ഉപദ്രവം ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ അതിൽ ഉറപ്പ് വരുത്തണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പിന്നെ മഴക്കാല രോഗം എന്ന് പറയുന്നത്. രോഗം വന്നിട്ട് ചികിത്സിക്കാനും അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, രോഗം വരാതെ നോക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്.
രോഗം വരാതെ നോക്കണം. അതുകൊണ്ടാണ് നമുക്ക് കുറേ ദിക്ർ പഠിപ്പിച്ചു തന്നത്. കുറേ ദിക്ർ രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകളുണ്ട്. സൂറത്തുൽ ഇഖ്ലാസും ഫലഖും നാസും ആയത്തുൽ കുർസിയും. അതിൻ്റെയൊക്കെ ഒരു ലക്ഷ്യം എന്താണ്? ആപത്തുകൾ വരുന്നതിന് മുമ്പ് തടയാനാണ്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, അള്ളാഹ് സൃഷ്ടിച്ച സകല പടപ്പുകളിൽ നിന്നുള്ള ഷർറ്, ആ ഷർറ് തടയാനാണ്. അപ്പോൾ ആ ഷർറ് എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാ രൂപത്തിലും ബാക്ടീരിയ, ഫംഗസ് ഒക്കെ അള്ളാഹിൻ്റെ മഖ്ലൂക്കീങ്ങളാണ്. അതുകൊണ്ട് രോഗം വരുന്നതിന് മുമ്പ് ശ്രദ്ധിക്കാൻ ഇസ്ലാമിൽ നിർദ്ദേശമുണ്ട്. രോഗം വന്നാൽ ചികിത്സിച്ചുകൊണ്ട് അതിനെ ശ്രദ്ധിക്കാനും ഇസ്ലാമിൻ്റെ നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് രോഗവുമായി ബന്ധപ്പെട്ട് രോഗസാധ്യതകളെക്കുറിച്ച്, മഴക്കാല രോഗങ്ങളെക്കുറിച്ച് സർക്കാരും മറ്റും നൽകുന്ന നിർദ്ദേശങ്ങളുണ്ട്. അതിൽ ഇസ്ലാമിന് വിരുദ്ധമല്ലാത്ത എല്ലാം പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ഒരു ക്ലോസ് മറക്കാഞ്ഞാൽ മതി. ഇസ്ലാമിന് ഇവിടെ നിയമം ഉണ്ടാക്കുന്നവരെല്ലാവരും മുസ്ലിങ്ങളോ ഇസ്ലാമിക നിയമം മാനിച്ചിട്ടൊന്നുമല്ല നിയമം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ അതിൽ ഇസ്ലാമിൽ വിരുദ്ധമായ നിയമം ഉണ്ടാവും. ഇസ്ലാമിന് വിരുദ്ധമായ നിയമമുണ്ടെങ്കിൽ അത് ഒരിക്കലും ഒരു ഇസ്ലാമിൽ നിന്നുമല്ല, ഏതെങ്കിലും ഒരു മതത്തിന് വിരുദ്ധമായൊരു നിയമം അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത്. അപ്പോൾ അത് ഉണ്ടാവില്ല എന്ന് നമുക്ക് കരുതാം. അങ്ങനെ ഉണ്ടാവാത്ത പക്ഷം അത് അനുസരിക്കാനും ശ്രദ്ധിക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. കെട്ടി നിൽക്കുന്ന വെള്ളം ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് നമുക്ക് മാത്രമല്ല, ആ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ വളരുന്ന രോഗാണുക്കൾ അല്ലെങ്കിൽ കൊതുകുകൾ, അത് നമുക്കും നമ്മുടെ അയൽവാസികൾക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അത് സർക്കാരിൻ്റെ നിർദ്ദേശമല്ലേ എന്നുള്ളതിനപ്പുറം സർക്കാർ പറഞ്ഞാലും ഇല്ലെങ്കിലും അത് മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. ലാ ദററ വലാ ദിറാറ, സ്വയം ഉപദ്രവം ഏൽക്കലില്ല, ഒരാളെ ഉപദ്രവിക്കലുമില്ല. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞതാണ്. ഞാൻ എന്ത് ചെയ്യുക? എല്ലാവരും സഹായിച്ചിട്ട് സ്വയം ഉപദ്രവം ഏൽറ്റ് ബലിയാടാവുക, അതുണ്ടാവാൻ പാടില്ല. വലാ ദിറാറ, ഞാൻ ഒരാളെ ഉപദ്രവിക്കുക, അതും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് എന്നെക്കൊണ്ടൊരു ആൾക്കും ഒരു ഉപദ്രവവും ശല്യം ഉണ്ടാവാൻ പാടില്ല. ഞാനും സ്വയം ഉപദ്രവം ഏൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന അത് അല്ലാഹുമ്മ അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിമ ഔ ഉളലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. നമുക്ക് കഴിയുമെങ്കിൽ കാണാതെ പഠിച്ച് ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുരുക്കതാണ്: പടച്ചോനെ, ഞാൻ ഒരാളെ ആക്രമിക്കുന്നതിൽ നിന്നോ എന്നൊരാൾ ആക്രമിക്കുന്നതിൽ നിന്നോ, ഞാനൊരാളെ വിഡ്ഢിയാക്കുന്നതിൽ നിന്നോ എന്നെ ഒരാൾ വിഡ്ഢിയാക്കുന്നതിൽ നിന്നോ, ഞാനൊരാളെ ഉപദ്രവിക്കുന്നതിൽ നിന്നോ എന്നെ ഒരാൾ ഉപദ്രവിക്കുന്നതിൽ നിന്നോ ഞാൻ എന്നോട് കാവൽ ചോദിക്കുന്നു എന്നാണ്. അത് ഇസ്ലാമിൻ്റെ അസിലാണ് എന്നർത്ഥം. അതിനെ ചുരുക്കി പറഞ്ഞതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ദററ വലാ ദിറാറ, സ്വയം ഉപദ്രവം ഏൽക്കലില്ല, മറ്റൊരാളെ ഉപദ്രവിക്കലുമില്ല. അതുകൊണ്ട് സർക്കാരിന് നിർദ്ദേശം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ ആ ഭാഗം അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് പ്രത്യേകം ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഓർക്കണം. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ അപകട സാധ്യതകൾ. പല മരണങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിലിപ്പോൾ പലതും അവിവേകമാണ്. കുട്ടികളെ രക്ഷിതാക്കളെ ശ്രദ്ധിക്കണം. വെള്ളക്കെട്ടുകളിലും മറ്റും കളിക്കാൻ വിടുമ്പം അതിൻ്റെ അപകട സാധ്യത ഉറപ്പ് വരുത്തിയിട്ട് മാത്രം അതിൽ രക്ഷിതാക്കൾ നിർദ്ദേശം നൽകുമ്പം അത് അവരുടെ ഒരു ഒരു പഴഞ്ചൻ നിർദ്ദേശമാണ് എന്ന് പറഞ്ഞത് അവഗണിച്ച് പോകുന്ന ഒരവസ്ഥ കുട്ടികളുടെ ഭാഗത്തും ഉണ്ടാവരുത്. ആ വിഷയത്തിലൊക്കെ കരുതലുകൾ, അതിൻ്റേതായ ജാഗ്രതകൾ എല്ലാ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതൊക്കെ നിർദ്ദേശം ഉൾക്കൊള്ളാനും അനുസരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. കരണ്ടടിച്ച് മരിച്ച വാർത്തകൾ നമ്മൾ കേട്ടു, അതുപോലെ മുങ്ങി മരിച്ച വാർത്തകൾ നമ്മൾ കേട്ടു. അതിലൊക്കെ നമ്മൾ മനസ്സിലാക്കുക, അടിസ്ഥാനപരമായി അള്ളാഹിൻ്റെ വിധിയെ തടുക്കാൻ ഒരാളെ കൊണ്ടും പറ്റൂല. പക്ഷേ അവിടെ നമ്മുടെ ഒരു ഭാഗം എന്ന് പറയുന്നത്, ഞാൻ ധിക്കരിച്ചതിൻ്റെ പേരിലാണല്ലോ എനിക്ക് ഈ ഒരു അപകടം വന്നത്. ചിലപ്പോൾ ഒരാൾ അപകടത്തിൽപ്പെട്ട് ഞാൻ കണ്ടു, ഒരാൾ അപകടത്തിൽപ്പെട്ടത് ഞാൻ കണ്ടു, അവിടെ എനിക്ക് നോക്കിക്കാൻ പറ്റില്ല, എനിക്ക് അയാളെ രക്ഷിക്കേണ്ടി വരും. അപ്പം ഞാൻ എല്ലാ സാധ്യതകളും മുന്നിൽ കണ്ടിട്ട് അയാളെ രക്ഷിക്കാൻ ഇറങ്ങി. പക്ഷെ ആ രക്ഷിക്കാൻ ഇറങ്ങിയിൽ ഇയാൾ അപകടത്തിൽപ്പെട്ടു, പിന്നെ അയാൾ ആക്ഷേപിക്കാൻ പറ്റൂല. കാരണം അയാൾ മുന്നും പിന്നും നോക്കാതെ ചെയ്തതല്ല. അയാളെല്ലാ സാധ്യതകളും ഉറപ്പ് വരുത്തിയിട്ട് ആ ആളെ രക്ഷിക്കാൻ ഇറങ്ങി, അയാൾക്ക് അപകടം പറ്റി. ആ രക്ഷിക്കാൻ ഇറങ്ങിയ ആൾ മുങ്ങി മരിച്ചു നിങ്ങൾ കൂട്ടിക്കോളിൻ. അതിൻ്റെ പേരിൽ അയാൾ ആക്ഷേപാർഹനല്ല. അയാൾ മുസ്ലിമാണെങ്കിൽ ഷഹീദിൻ്റെ കൂലിയാണ്. അതേ സന്ദർഭത്തിൽ മാഞ്ഞാണം കാട്ടിയിട്ട് ആളുകളെ അനുസരിക്കാതെ സ്വകാര്യത്തിൽ വെള്ളത്തിൽ ചാടിയിട്ട് അപകടത്തെ പറ്റി, അത് ആക്ഷേപാർഹമാണ്. കാരണം എന്താ? അവൻ ഒരു കാര്യം, ഒരു ന്യായം ഇപ്പോൾ പറഞ്ഞ് പ്രവർത്തനത്തിലില്ല, ഒരു ന്യായം ആ ചെയ്തതിലില്ല എന്നതുകൊണ്ട് ഒരു ആക്ഷേപം അവിടെ നിലനിൽക്കും. അപ്പോൾ ആ ആക്ഷേപം നിലനിൽക്കുന്ന ഒരു പ്രവർത്തനത്തിനും നമ്മൾ നിൽക്കരുത്. ആക്ഷേപം അതേ സന്ദർഭത്തിലോ എനിക്ക് നീന്താൻ അറിയാം, ഒരു കയറിട്ട് കൊടുത്തിട്ടുണ്ട്, അവൻ്റെ കയ്യെ ഞാൻ പിടിക്കാൻ നേരത്തെ ഞാനാണ് തെന്നിപ്പോയി എന്നാണ്
അവിടെ എന്താണ്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പക്ഷേ ശ്രദ്ധിച്ചു എങ്കിലും അള്ളാഹു എനിക്ക് ഖദറാക്കിയത് വന്നു. അവിടെ അയാൾക്കും സ്വയം കുറ്റബോധപ്പെടേണ്ട ആവശ്യമില്ല, മറ്റൊരാളും അയാളെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം അത് അള്ളാഹു അയാൾക്ക് ഖദറാക്കിയതാണ്. അതിൽ അയാൾ തൻ്റേതായ ഭാഗത്ത് ക്ലിയറുമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് പ്രത്യേകം നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കുകയും പ്രത്യേകിച്ച് കുട്ടികളോട് ആ വിഷയത്തിൽ രക്ഷിതാക്കൾ ജാഗ്രത നിർദ്ദേശം നൽകുകയും വേണം. ഇനി അതുപോലെ നമ്മൾ മഴയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ മഴക്കാലത്ത് ഒരു ജംഅ ഉണ്ട്. നമ്മൾ ജംഅ ചെയ്യുമല്ലോ, നിസ്കാരം ജംഅ ചെയ്യും. നമ്മുടെ പള്ളിയിൽ അങ്ങനെ നമ്മൾ ജംഅ ചെയ്തു. മഴക്കാലത്ത് ജംഅ ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മഗ്രിബും ഇശാഉമാണ്. അഥവാ നല്ല മഴ ഉണ്ടായതിൻ്റെ പേരിൽ അത് ഇശായിൻ്റെ സമയത്ത് തന്നെ മഴ ഉണ്ട്, ചിലപ്പോൾ ഇശാൻ്റെ സമയത്ത് മഴ ഉണ്ടാവില്ല, മഗ്രിബിൻ്റെ സമയത്ത് മഴ ഉണ്ട്. ആ മഴൻ്റെ പേരിൽ റോഡും മറ്റൊക്കെ ചളിയും പിളിയുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എങ്കിൽ അവർക്ക് മഗ്രിബിൻ്റെ അടുത്ത് ഇങ്ങോട്ട് ജംപ് ചെയ്യാന്ന് പറഞ്ഞൊരു സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കും, നമ്മളടുത്ത് കാറും ബൈക്കിന് കോട്ടും ഒക്കെ ഉണ്ടല്ലോ, ഒക്കെ ഉണ്ടെങ്കിലും അനുവദനീയമാണ്. അതിന് കാരണം എന്താണ് പറഞ്ഞത്? ബുദ്ധിമുട്ട്. എന്താണ് ആ ബുദ്ധിമുട്ട്? ആ ചളിയിലൂടെ ഒക്കെ ഇങ്ങനെ നടന്നു വരണം, ആ ഇരുട്ടത്തുകൂടെ നടന്നു വരണം എന്ന ആ ഒരു ബുദ്ധിമുട്ട് കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഇളവാണ്. അത് അവർക്ക് അറിയപ്പെട്ട കാര്യമായിരുന്നു എന്നാണ്. പ്രത്യേകിച്ച് മദീനത്തൊക്കെ മഴ പെയ്താൽ നല്ല മഴക്കാലം, ആ മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ ചളിയും പിളിയുമായിരിക്കും. അപ്പോൾ ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബിൻ്റെ കൂടേക്ക് ഇശാ നിസ്കരിക്കുന്ന ഒരു ജംഇ ചെയ്യുന്ന രൂപം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ഒരു 2-3 ദിവസം മുമ്പ് നമ്മളിവിടെ ജംഇ ചെയ്തിരുന്നു. ആ ജംഇ ചെയ്തത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. കാരണം പല പണ്ഡിതന്മാരും ഇതിനെക്കുറിച്ച് പറഞ്ഞത് സുന്നത്തുൻ മൻസിയാണ്, മറന്നുപോയ സുന്നത്ത് എന്നാണ്. കാരണം ആളുകളുടെ വസ്വാസം എന്താ വെച്ചാൽ ആ വക്തിന് നിസ്കരിക്കും, ഒരു മഴൻ്റെ വേളക്ക് ജംഅ ചെയ്യണോ? അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കിയതല്ല, നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹാബത്ത് പലരും അത് റിപ്പോർട്ട് ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു ജംഇൻ്റെ മസല ഉണ്ട്. ആ ജംഅ് അത് പിന്നെ ഈ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇശാൻ്റെ സമയത്ത് മഴ പെയ്താൽ പിന്നെ ജംഇല്ലല്ലോ, കാരണം ഇശാൻ്റെ സമയമായി. അതേസമയം മഗ്രിബിൻ്റെ സമയത്ത് നല്ല മഴ ഉണ്ട്. ആ മഗ്രിബിൻ്റെ സമയത്ത് മഴ കാരണം റോഡൊക്കെ ചളിയും വെള്ളമൊക്കെ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക? ആ ജമാഅത്ത് കഴിഞ്ഞ പാട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇശാവും കൂടി ജംഅ ചെയ്ത് പിരിയാന്നാണ് പറയും. അങ്ങനെയാണ് ആ ഇശാവും കൂടി ആ സമയത്ത് നിസ്കരിച്ചിട്ട് ജംഅ ചെയ്ത് ജംഇൻ്റെ നിയത്തോടെ നിസ്കരിച്ചിട്ട് അവർക്ക് പിന്നെ ഒരു ഇശാൻ്റെ സമയത്ത് മഴ ഒന്നും ഇല്ലല്ലോ, പിന്നെ ഒന്നുകൂടി നിസ്കരിക്കണോ? വേണ്ട, ആവശ്യമില്ല. കാരണം അന്ന് അവർ ഇളവോടുകൂടിയാണ് ആ ജംഅ ചെയ്തിട്ടുള്ളത്. അതാണ് ഹദീസുകളിൽ ജമാഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന ളുഹ്രി വൽ അസ്രി വൽ മഗ്രിബി വൽ ഇശാഇ ബിൽ മദീന. റസൂലുള്ളാഹി ളുഹ്റിൻ്റെ അസ്റിൻ്റെ അടുക്ക് ജംഅ ചെയ്തിട്ടുണ്ട്, മഗ്രിബിൻ്റെ ഇശാഇൻ്റെ അടുക്ക് ജംഅ ചെയ്തിട്ടുണ്ട് മദീനയിൽ വെച്ച്. മിൻ ഗൈരി ഖൗഫിൻ വലാ മതരിൻ, ഭയവും മഴയും കൂടാതെ. എന്താ അങ്ങനെ പറഞ്ഞത്? റസൂലുള്ളാഹി ഇത് സാധാരണ ജംഅ ചെയ്യലുണ്ട്. ഏത് മഴ ഉണ്ടാവുമ്പോഴും എന്തെങ്കിലും ഭീതിയുണ്ടെങ്കിലും, യുദ്ധത്തിൻ്റെതോ മറ്റോ ആയ ഭീതിയുണ്ടെങ്കിലും റസൂലുള്ളാഹി സാധാരണ ജംഅ ചെയ്യലുണ്ട്. അത് അവർക്ക് അറിയാം. എന്നാൽ അപ്പോൾ ആളുകൾ വിചാരിച്ചത് ആകെ ഇതിന് രണ്ടിനും മാത്രമേ ജംഉള്ളൂ എന്ന്. പേടിയുണ്ടെങ്കിലും പിന്നെ മഴ ഉണ്ടെങ്കിലും മാത്രമേ ജംഉള്ളൂ എന്ന് സഹാബത്തിൽ ചിലർക്കും താബീങ്ങളിൽ ചിലർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായപ്പം സഹാബത്ത് പറഞ്ഞു, എന്നാൽ ഇത് രണ്ടും എല്ലാത്തിനും ജംഅ ചെയ്താണ്. അപ്പം ഇത് രണ്ടിനും ജംഅ ചെയ്തു എന്നുള്ളത് അവിടെ ഫേമസ് ആയ കാര്യമാണ്, അറിയപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ആ ഒരു സുന്നത്തും നമ്മൾ മനസ്സിലാക്കുക. വെള്ളം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളമായി നൽകുന്നുണ്ട് എന്നതിൻ്റെ പേരിൽ അത് നമ്മൾ ദൂർത്ത് കാണിക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വുളൂയിൽ ദൂർത്തടിക്കാൻ പാടില്ല. വൈൻ കുൻത അലാ നഹരിൻ ജാരിൻ, ഒഴുകുന്ന നദിക്ക് സമീപത്താണെങ്കിൽ പോലും ദൂർത്ത് പിന്നെ ഉണ്ടാവാൻ പാടില്ല എന്നാണ്. വെള്ളത്തിൻ്റെ വിഷയത്തിലായാലും ആ ദൂർത്ത് നമുക്കുണ്ടാവാൻ പറ്റില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ മഴയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. അള്ളാഹു കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുൽഹിജ്ജ മാസത്തിൽ നമുക്ക് നിശ്ചയിച്ച ഈ പവിത്രമായ അവസരം
അത് നമ്മൾ വളരെ ഗൗരവത്തിൽ കണ്ട് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. ഖുത്ബയുടെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചു, ഒരുപാട് ഇബാദത്തുകൾക്ക് നമുക്കിതിൽ അവസരമുണ്ട്. അള്ളാഹു വിവിധ ഇബാദത്തുകൾ ഇതിൽ നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. കാരണം പവിത്രമായ മാസമാണ്, ദുൽഹിജ്ജ മാസമാണ് എന്നതൊക്കെ കൊണ്ട് തന്നെ. എന്നാൽ അതുപോലെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പം നമുക്ക് അറിയുന്നൊരു കാര്യവും ശ്രദ്ധയിൽ ഇല്ലാതിരിക്കാൻ സാധ്യതയുള്ളൊരു കാര്യവും കൂടി നമ്മൾ ചേർത്ത് പറഞ്ഞാൽ ചിലപ്പോൾ അത് മനസ്സിലാവും. അതായത് ഒരാൾ ഇഹ്റാമിലൊക്കെ പ്രവേശിച്ച് ഹജ്ജിൻ്റെ സമയത്തേക്ക് അല്ലെങ്കിൽ ഉംറൻ്റെ സാഹചര്യത്തിലേക്കാണ് നീങ്ങിക്കഴിഞ്ഞാൽ അതുവരെ ആളുകൾ ചിലപ്പോൾ തൻ്റെ ജീവിതത്തിലുള്ള ഹറാമ് വരെ അയാൾ സ്റ്റോപ്പ് ചെയ്യും. കാരണം ഞാൻ ഇഹ്റാമിലാണ്, അല്ലെങ്കിൽ ഞാൻ മക്കത്താണ്, ഹറമിലാണ്, അങ്ങനൊരു വികാരമുണ്ടാവും. അപ്പോൾ ഹറമിലാണ് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഞാൻ എപ്പോഴും ചെയ്യണ പോലെ പാപം ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ ഇഹ്റാമിലാണ് എന്നുള്ളതുകൊണ്ട് എപ്പോഴും ചെയ്യാവുന്ന പോലെ പാപം ചെയ്യാൻ പറ്റൂല എന്നൊരു ബോധമുണ്ട്. എപ്പോഴും ചെയ്യുന്ന ഹലാൽ വരെ അപ്പോൾ പറ്റൂല. ഇപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധം ആ സമയത്ത് പറ്റൂല, ഇഹ്റാമിലുള്ളപ്പം പറ്റൂല. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. എങ്കിൽ അതിലേക്ക് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ 4 പവിത്ര മാസങ്ങൾ. 4 പവിത്ര മാസങ്ങളിൽ പുണ്യം ചെയ്യുക എന്നതിനേക്കാളും ശ്രദ്ധിക്കേണ്ടത് ആ മാസങ്ങളിൽ പാപം ചെയ്യാതിരിക്കുക എന്നതാണ്. ഈ മാസങ്ങളിൽ പുണ്യം ചെയ്യുക എന്നതിനേക്കാളും ശ്രദ്ധിക്കേണ്ടത് ഈ 4 മാസങ്ങളിൽ ദുൽഹിജ്ജ, മുഹറം, ഇനി വരാൻ പോകുന്ന മുഹറം, റജബ്, പിന്നെ ദുൽഖഅദ, ഈ 4 മാസം, ഈ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, ഇനി വരാൻ പോകുന്ന റജബ്, ഈ 4 മാസങ്ങളിൽ നന്മ ചെയ്യുക എന്നതിനേക്കാളും ശ്രദ്ധിക്കേണ്ടത് പാപം ചെയ്യാതിരിക്കുക എന്നതാണ്. അതിൽ എത്രത്തോളം ചില പണ്ഡിതന്മാർ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഈ 4 മാസങ്ങളിൽ ഒരാൾ ഒരു ശിക്ഷയ്ക്ക് അർഹമായ പാപം ചെയ്താൽ, അതായത് ഏത് ശിക്ഷക്ക്, മനുഷ്യന്മാർ കോടതി ശിക്ഷിക്കുന്ന ശിക്ഷയ്ക്ക് അർഹമായ പാപം ഈ മാസത്തിൽ ചെയ്തു എന്നായാൽ അയാൾക്ക് സാധാരണയിൽ കൊടുക്കുന്ന ശിക്ഷൻ്റെ ഇരട്ടി കൊടുക്കണം എന്ന് ഫത്വ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇപ്പോൾ വ്യഭിചാരാരോപണം നടത്തിയ 80 ആണെങ്കിൽ അയാൾ ഈ മാസത്തിൽ ചെയ്ത 160 അടി അടിക്കണം എന്നാണ്. അങ്ങനെ വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അപ്പം മനുഷ്യന്മാർക്കിടയിൽ വരെ നടപടിക്ക് വ്യത്യാസം ശ്രദ്ധിക്കേണ്ട 4 മാസങ്ങളിൽ ഒരു മാസമാണ് ദുൽഹിജ്ജ എന്ന് പറയുന്നത്. അള്ളാഹിൻ്റെ അടുത്തും അത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, കഴിയുന്നത്ര സോലിഹായ അമൽ ചെയ്യുക. ആ സോലിഹായ അമൽ ചെയ്യുക എന്നതിനേക്കാൾ അപ്പുറത്താണ് ഈ മാസത്തിൽ പാപം ചെയ്യാതിരിക്കുക എന്നുള്ള ഭാഗം. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതൊരു വലിയ അപകടവും നമ്മുടെ തിന്മയുടെ ഭാഗത്ത് തുലാസ് കനം തൂങ്ങുന്നൊരു സാഹചര്യവുമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് മക്ക, അതല്ലെങ്കിൽ ഹറം എന്ന് പറഞ്ഞ ആ സ്ഥലത്തിന് പവിത്രതയുണ്ട്. അത് ഹറമാണ് എന്നാ പറയാം, അല്ലേ? ഇനി അതുപോലെ നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ ഞാൻ ഇഹ്റാമിലാണ് എന്നാ പറയാം. ആ സന്ദർഭത്തിൽ ആ പ്രവർത്തനത്തിനൊരു പവിത്രതയുണ്ട്. എന്ന പോലെ നാം ഇപ്പോൾ ഉള്ളത് ഹറമായ മാസത്തിലാണ് എങ്കിൽ ഈ മാസത്തിന്, ഈ സമയത്തിനും, അപ്പോൾ സ്ഥലത്തിന്, നമ്മുടെ പ്രവർത്തനത്തിന് എന്ന പോലെ ഈ സമയത്തിന് അതിന് പിന്നെ പവിത്രതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് അള്ളാഹു വളരെ ഗൗരവത്തിൽ നമ്മളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. ആ ആയത്തുകൾക്കും ഹദീത്തുകൾക്കും അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ മാസങ്ങളിലെ പാപങ്ങൾക്ക്, ഈ മാസങ്ങളിൽ അല്ലാത്ത സന്ദർഭത്തിലുള്ള പാപങ്ങളെക്കാളും വലിയ ഗൗരവവും ശിക്ഷയും അള്ളാഹുവിൻ്റെ പക്കൽ ഉണ്ടാകും എന്നുള്ളത്. അതുകൊണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ബോധത്തോടെ നമ്മുടെ സമയങ്ങളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം മുഅ്മിനുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد والحمد لله رب العالمين.